പ്രിയമുള്ളവരെ, മറ്റം നിത്യ സഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ 3-ാം ശനി ആചരണം 21/2/2026 ശനിയാഴ്ച, കനകക്കുന്നിലെ 3-ാം ശനി. ഇന്നത്തെ നിയോഗം ഗർഭസ്ഥ ശിശുക്കൾ, ബാലികാ ബാലന്മാർ, കൗമാരക്കാർ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജപമാല, സ്തുതി ആരാധന, വചനപ്രഘോഷണം, വിശുദ്ധ കുർബാന, നേർച്ച ഭക്ഷണം, അനുഭവ സാക്ഷ്യം, കൗൺസിലിംഗ്. ഇന്നത്തെ ശുശ്രൂഷകൾ നയിക്കുന്നത് ജീസസ് യൂത്ത് അംഗങ്ങൾ. ഏവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഗർഭസ്ഥ ശിശുക്കളും കുഞ്ഞുമക്കളൊക്കെയാണല്ലോ യോഗം. അതുകൊണ്ടായിരിക്കും ഈശോക്കാർക്ക് നന്ദി പറയുകയാണ് ഞാൻ. കാരണം ഇവിടെ എത്താനായിട്ട് എനിക്ക് സാധിച്ചിരുന്നോർത്ത്, അവസരം കിട്ടിയതിനോർത്ത് ഈശോനെ അഭിമഹത്വപ്പെടുത്തുന്നു. എനിക്ക് ഹസ്ബൻഡാണ്, പിന്നെ 4 മക്കളാണ്. അപ്പൊ ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്നെ കാണുമ്പോൾ 10-60 വയസ്സൊക്കെ എനിക്ക് തോന്നും, പക്ഷെ 34 വയസ്സായിട്ടുള്ളൂ. 34 വയസ്സിന്റെ ഒരു അനുഭവം, ഈശോ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം, നമ്മളെങ്ങനെ പറയുമല്ലോ, യാത്രകാശന്മാരുടെ മനസ്സിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു രൂപം മനസ്സിൽ കൊണ്ടുവരാനൊക്കെ പറയുള്ളൂ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയുടെ ഒരു മുഖാണിത്. എനിക്ക് ഈ ഒരു ഫോട്ടോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് 5-ാം ക്ലാസ്സില് ഹോളി കമ്മ്യൂണിയനിൽ ഇരുന്നപ്പോ എന്നെ പഠിപ്പിച്ചിരുന്ന സിസ്റ്ററാണ് എനിക്ക് ഈ ഒരു ഫോട്ടോ തന്നിട്ട് പറഞ്ഞു, ഈശോ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഈ ഈശോയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഈശോനെ ഇന്ന് സ്വീകരിക്കുന്ന അതേ ഒരു ഫ്രണ്ട്ഷിപ്പ് നിന്റെ മരണം വരെ നീ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഈശോനെ എനിക്ക് തന്നത്. അപ്പൊ അന്ന് തൊട്ടേ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈശോനായിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോ ഈശോനെ ചേർത്ത് പിടിച്ച് നടക്കുമ്പോ ഇപ്പൊ ഇവിടെ പലവിധ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നമ്പരങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്റെ ഒരു കൊച്ചു ലൈഫിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 5-ാം ക്ലാസ്സിലാണ് എനിക്ക് ഈശോനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാനിങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകുന്നു, എല്ലാവരും പോലെ ഇങ്ങനെ വലുതായി വന്നു. അങ്ങനെ എനിക്കൊരു ടീനേജ് ഒക്കെ കഴിഞ്ഞപ്പോ സിസ്റ്റർ ആവാനായിരുന്നു ആഗ്രഹം. അപ്പൊ എന്റെ വീട്ടില് പപ്പ, മമ്മി, ഞാൻ, എനിക്കൊരു ബ്രദറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ മോളായോണ്ട് പപ്പ പറഞ്ഞു, പിന്നെ വിടില്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ, വളരെ വേഗം കെട്ടിച്ചു വിടാം, കാരണം ഇവളുടെ മനസ്സിൽ മാറിപ്പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ പള്ളിയിലാണെങ്കിൽ ക്വയറിലൊക്കെ ഉണ്ട്, വനിതാ കേസിലെ പ്രസിഡന്റാണ്. അപ്പൊ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, ജോലിയേട്ടാ ഇവളെ എത്ര പേര് കെട്ടിക്കണം, അവള് കുറച്ച് നാൾ കൂടി ഈശോയ്ക്ക് വേണ്ടി ഓടിച്ചാടി നടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് സിസ്റ്റർ പോകണം, എനിക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചിട്ടുണ്ടാ മതി. പിന്നെ പപ്പേനെ വിട്ട് പെട്ടുപ്രഭാതൊക്കെ എടുത്ത് പോകാനുള്ള ഒരു ചെങ്കുറ്റൊന്നും വന്നില്ല. അങ്ങനെ ഞാൻ കല്യാണത്തിന് സംബന്ധിച്ച് ഈശോയുടെ ഇഷ്ടമായി നടക്കട്ടെ എന്ന് പറഞ്ഞ് 25 ദിവസം ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് നല്ലൊരു കെട്ടിയോണെങ്കിൽ ഈശോയ്ക്ക് തന്നു. അങ്ങനെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് പോലും ചെലവിലേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ഈശോ തന്ന ജീവിതം ഉണ്ടായി. പള്ളിയിൽ ഓട്ടോബോയ് ആയിട്ടില്ല, യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിട്ടില്ല, ഞായറാഴ്ച പള്ളിയിൽ പോവും വരും. അതും വിട്ട് ഒരു സംഘടനകളിലും അങ്ങനെ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈശോയ്ക്ക് തന്നെ. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, എന്റെ പോലും ഈശോയുടെ എല്ലാ കാര്യമാണ് മര്യാദയ്ക്ക് നിനക്ക് വേണ്ടി അവിടെ ഓടിച്ചാടി 1 കുർബാന, 2 കുർബാന, 3 കുർബാനയൊക്കെ കണ്ട ദിവസങ്ങളുണ്ട്. ഞാനിങ്ങനെ കൂട്ടിലടച്ചെങ്കിലും നമ്മൾ പറയലോ, സ്വർണ്ണം കൂടാണെങ്കിൽ പോലും ബന്ധനം തന്നെ ഒന്നിനും പറ്റണില്ല. പള്ളിയൊക്കെ അടിച്ചു വാരി തുടക്കാനൊക്കെ പോവാണ്, യോഗം വയ്ക്കുക, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ അതൊക്കെ അങ്ങനെ ഇല്ല. ഞായറാഴ്ച പോവാം, കുർബാന കേൾക്കാറ് ഇപ്പോൾ കേൾക്കുമല്ലോ, പറയുമ്പോഴൊക്കെ കേൾക്കുക, തിരിച്ചു വരിക, അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് ഈശോ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എനിക്കിപ്പോ അറിയാം, ഇപ്പൊ എന്നെക്കാളും പള്ളിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കെട്ടിയോനാണ് എന്റെ ജോലി. അതായത് പള്ളിയിലെ യൂട്യൂബ് ഹെഡാണ്, അതുപോലെ കൈകാരനായിരുന്നു, 2 വർഷം അടുപ്പിച്ചിട്ട് കൈകാരനായിരുന്നു. അതുപോലെ പ്രസംഗമൊക്കെ സൈഡൊക്കെ പ്രസംഗമൊക്കെ പറഞ്ഞ് ഇപ്പൊ ജോലി പഠിപ്പിച്ചിട്ട് പല ടീച്ചേഴ്സും വന്നിട്ട് എന്നോട് പറഞ്ഞു,
പണ്ടൊക്കെ ബൈബിള് വായിക്കാൻ പറഞ്ഞാൽ മുങ്ങി നടക്കുന്ന കെട്ടികളായിരുന്നില്ല. ഇപ്പൊ എങ്ങനെ അവനിങ്ങനെ ധൈര്യശാലിയായി, എങ്ങനെ അവനിങ്ങനെ മാറ്റം വന്നു? അപ്പൊ അതിലേക്ക് ഒരു ഉത്തരവുള്ളൂ, ഈശോ. നമ്മള് ഈശോയുടെ അടുത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച ഈശോ അത് കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു, മക്കളുണ്ടാവേണ്ട കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്, ഇയാൾക്ക് ഭയങ്കര ഹൈ PCOD ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേ. ഇപ്പൊ 4 മക്കളെ തന്നെ ഈശോ അനുഗ്രഹിച്ചു. ഇപ്പോഴും ഞാൻ പ്രസവമൊന്നും നിർത്തിയില്ല, 4 മക്കളുണ്ട്. അതിലെ ഈ പറഞ്ഞ വഴി ഈശോ പറയുമല്ലോ, സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണെന്ന് പറയുന്ന പോലെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയി. എന്നെ കാണുന്ന ഡോക്ടേഴ്സ് ഇപ്പോഴും പറയാറുണ്ട്, ഡോക്ടർ സുനിത, നമുക്ക് അറിയുന്ന ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ്, ആളിപ്പോഴും ഇപ്പൊ കഴിഞ്ഞ വെളുത്താഴ്ച കൂടി എന്നെ കണ്ടപ്പോ പറഞ്ഞു, പിന്നെ ജീവനോടെ ഞാൻ കാണുന്നത് വിചാരിച്ചിട്ടില്ല. കാരണം എനിക്ക് 4ാമത്തെ കൊച്ചിനെ 8 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ കൊയറിലൊക്കെ ഉള്ള പാട്ടൊക്കെ പാടി നോർമൽ ചെക്കപ്പിന് വേണ്ടി പോയതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഹൈ പ്രഷറാണ് തന്നെ, നീ ഇന്ന് പോകണം, സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞോ, ലീവ് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ലീവൊക്കെ വിളിച്ച് പറഞ്ഞ് അഡ്മിറ്റായി. നോക്കിയപ്പോ BP നമുക്കറിയാലോ 120 ആണ് നോർമലെങ്കിൽ, എനിക്ക് 300 പോവാണ്. ചിരിച്ചിട്ട് പാട്ടൊക്കെ പാടി വന്നതാണ്, പക്ഷെ BP ഹൈ ആണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, 8 മാസമായിട്ടുള്ള കാര്യമില്ല, ഇത് നമുക്ക് പുറത്തെടുത്തേ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മിഷനിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ആംബുലൻസിലേക്ക് കയറ്റി വിട്ട് മിഷൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എനിക്കറിയാമോ, നമ്മുടെ ചങ്ങായിട്ടുള്ള കൂട്ടുകാരൻ, അതിപ്പോ എനിക്ക് എന്റെ ഏജിലാണ് എന്റെ ഈശ്വരിക്കണമെങ്കിൽ ഇവിടെയുള്ള അമ്മച്ചിമാരുടെ ഏജിൽ ഈശ്വരനെ എടുക്കാം. നിങ്ങളിങ്ങനെ ഒരു എന്താ പറയാ, ഒരു മറയൊന്നും വേണ്ട. ഈശോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരുന്ന എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ. അപ്പൊ ഈശോ പറഞ്ഞു, നീ പേടിക്കേണ്ടത്, നീ ആംബുലൻസിൽ ഇതൊക്കെ കയറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കയറ്റിയത് ഞാൻ. അങ്ങനെ ആ ഒരു ധൈര്യത്തില് അവിടെ ചെന്നിറങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു, എന്തായാലും നമുക്ക് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കേണ്ടി വരും, ഉറപ്പാണ്, 8 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇൻക്യുബേറ്ററിന്റെ ഇങ്ങനെ കുഞ്ഞി വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നത് എനിക്ക് കാണാം. കുഞ്ഞിനെ എങ്ങനെയാണ് പുറത്ത് വരുന്നതെന്ന് അറിയില്ല, 8 മാസമായി കുഞ്ഞിയാണ്. അപ്പൊ കുഞ്ഞിനെ ആ ബോക്സിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇൻക്യുബേറ്റർ കൊണ്ടുപോകാനൊക്കെ റെഡി ആയി നിൽക്കും. ആ സമയത്ത് ഈശോയുടെ വലിയൊരു അഭിഷേകം എന്ന് പറഞ്ഞോളാം. ഈ പറഞ്ഞോളി ചേച്ചി നേരത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞു, ഹോളി കമ്മ്യൂണിയിൽ വേണമെന്നൊക്കെ പേര് കൊടുത്തു. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ എന്തെങ്കിലും നോക്കാം, ലേബർ റൂമിൽ കാലങ്ങളായിട്ട് അങ്ങനെ ആരും ഈശോനെ ചോദിക്കാറില്ല, അത് എനിക്കറിയില്ലല്ലോ. അപ്പൊ രാവിലെ തന്നെ ഈശോനെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഞാനിങ്ങനെ ഈശോ റെഡിയാക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് ഞാൻ എഴുതിയിരുന്ന ബെഡിൽ തന്നെ മോനെ ഡെലിവറി ചെയ്തു. ഡോക്ടേഴ്സൊക്കെ വണ്ടറായി, സിസേറിയനൊക്കെ കൊണ്ടുവേണ്ടി വരുന്ന വെച്ചാൽ ആ മോനെ ഒരു കുഴപ്പമില്ല, അവനെല്ലാ കുട്ടികളെ പോലെ നോർമൽ ബേബീസ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ കൈയും കാലൊക്കെ കളിച്ച് പാലൊക്കെ കുടിച്ച് തന്നപ്പോൾ ഡോക്ടർ വണ്ടിയൊക്കെ വിട്ടോ, കുട്ടി ഇവിടെ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈശോ നമ്മുടെ ഏതൊരു ആവശ്യവും ഉള്ള കയ്യിൽ ഈശോ കൊണ്ട് നടക്കും. അതുപോലെ തന്നെ എന്റെ ജോലിയുടെ കാര്യം വന്നപ്പോഴും എനിക്ക് എന്റെ നമ്പർ 47 ആയിരുന്നു. അപ്പൊ അതായത് 47ാമത്തെ തവണ ഉണ്ട്, 46 വരെയുള്ള ആൾക്കാരെ ജോലിയിൽ വെച്ചു. 47ാമത്തെ ആളായിട്ട് എനിക്ക് എവിടെയാണ് കിട്ടാന്ന് കാത്തു നിൽക്കുന്നത് എന്താണ് പറയണത്. ഇപ്പൊ തൽക്കാലമുള്ള വേക്കൻസികളൊക്കെ കഴിഞ്ഞു, ഇത് തിരിച്ചു പോകുമ്പോ എന്ന് പറയണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം രാത്രി 9 മണിക്ക് ആയിട്ട് രാവിലെ വന്നിരിക്കുകയാണ്. ഈ അപ്പോയിന്റ്മെന്റിലായിട്ട് വിളിക്കാതെ അറിയാൻ ആകാംക്ഷയായിട്ട് നമ്മള് ഭക്ഷണമൊന്നും കഴിക്കാൻ എനിക്ക് പോയില്ല. പോയ നേരത്തെ ഞാൻ വിളിച്ചാലോചിച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്നു. പക്ഷെ 9 മണിയായപ്പോ പറയാൻ ഇല്ല, എനിക്ക് ഇല്ലാത്ത പോകുമ്പോഴുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഈശോയുടെ മുന്നിൽ ഇരുന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ ഇട്ടി കൊതിപ്പിച്ചിട്ട് വെറുതെ കിടപ്പ് വരണ്ടി കൊത്തില്ലേന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞ് ഈശോ എനിക്ക് ഇവിടെ പൂവത്തൂർ സെന്ററിലുള്ള സെന്റർ CPSലാണ് ഞാൻ വർക്ക് ചെയ്യണം. അവിടെ എനിക്ക് ഇവിടുന്ന് 9 കിലോമീറ്റർ 2 വീലറിൽ പോകാനുള്ള ഒരു ദൂരത്തിലുള്ള ജോലി ഈശോ ക്രമീകരിച്ച് തന്നു. പക്ഷെ ഞാൻ പിന്നീടാണ് അറിയണത്, ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ 46 നമ്പർ വരെയുള്ള ഭൂരിഭാഗം പേരും വരന്തരപ്പള്ളി, വണ്ടാനപ്പള്ളി ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണവേട്ട ഭാഗത്തൊക്കെ പോകുമ്പോൾ എനിക്ക് എന്റെ ഹോളിമാസൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് 9 മണി 9:15 ഇറങ്ങിയാലും 9:30 എത്താവുന്ന ഒരു സ്ഥലത്തേക്ക് ഈശോ എന്നെ ക്രമീകരിക്കായിരുന്നു എന്നുള്ളത് നല്ലതാണ്. ഈശോ പറയുന്ന ഒരു വചനമാണ്. ഇതിനെക്കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ട്, അതിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് പറയുന്ന പോലെ എന്നെ മാറ്റി നിർത്തിയത് നല്ലതിനാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോ നമുക്ക് ആ ഒരു മാസം കൂടെ നമ്മൾ എഴുതിക്കൊണ്ട് പറ്റിച്ചില്ലെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോഴും പറയാൻ പറ്റും
ഈശോനെ നിങ്ങൾ ചേർത്ത് പിടിച്ച് നിങ്ങൾ ഒരു സ്തുതിപ്പും പ്രാർത്ഥനയൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഈശോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഈശോയുടെ പറഞ്ഞാൽ ഈശോ ഇടപെടും, ഉറപ്പായിട്ടും ഇടപെടും. അതുപോലെ തന്നെ എനിക്ക് മൂന്നാമത്തെ മകന്റെ ഡെലിവറിയുടെ സമയത്ത് ഇതുപോലെ തന്നെ അത് ഇവിടെ ചൂണ്ടൽ തന്നെയായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അതിനും ഇതുപോലെ എനിക്ക് BP യുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. BP എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ ഹോർമോണുകൾ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് കൂടുന്നതാണ്. പക്ഷെ ആ സമയത്ത് സുനിതമായിട്ട് പറയുന്നത് എനിക്ക് കേൾക്കാം, ഇവരുടെ BP നോർമലാവാനല്ലോ എന്തായാലും സിസേറിയൻ ചെയ്യേണ്ടി വരും, അത് മൂന്നാമത്തെ ഡെലിവറിക്ക്. അതിന് ഇതുപോലെ ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി ഈശോനെ കൊണ്ടുവന്നു ലേബർ റൂമില്. അപ്പൊ ദീപികാരനെ സ്വീകരിച്ച സമയത്ത് തൊട്ട് BP നോർമലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഡോക്ടർ വിഷയം ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട്, വേറെ കൊണ്ടുപോയി പെട്ടെന്ന് ഹൈ ലോയായ. അപ്പൊ അങ്ങനെ അവിടെ ഇൻചാർജ് ലേബർ റൂമിൽ ഇൻചാർജ് സിസ്റ്റർ പറഞ്ഞു, എന്റെ സ്വന്തം മാഡം അങ്ങനെ എല്ലാവരും വിളിച്ചെടുത്ത കാര്യമില്ല, അവളെ സ്വീകരിച്ചായിരുന്നു, നിങ്ങളുടെ ഈശോനെയാണ്. ഇനി പ്രസവം കഴിയണവന് അവളുടെ BP കൂടില്ല. അതുപോലെ തന്നെ അത് നോർമൽ ഡെലിവറി ആയിരുന്നു. നല്ലൊരു കുഞ്ഞിനെ ഈശോ നൽകി അനുഗ്രഹിച്ചു. അന്നാണ് ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തത്. അവരിപ്പോ 9 വയസ്സായി. അത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർബാനയില് ഈശോയായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ ഇല്ലെങ്കിൽ പോലും ദിവ്യകാരുടെ ഈശോയോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആ മൂന്നാമത്തെ മകന്റെ ഡെലിവറി സമയത്താണ് ഞാൻ ഈശോനെ ദിവ്യകാരത്തിൽ ഈശോ ഉണ്ട് എന്നൊരു വലിയൊരു അനുഭവം എനിക്ക് ഈശോ തന്നത്. അന്ന് മുതൽ ഇന്നിപ്പോ മകന് 9 വയസ്സായി. 9 വർഷമായിട്ടും വിശുദ്ധ കുർബാന മുടങ്ങാതെ ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഇതുവരെ എത്താൻ പറ്റി. പലപ്പോഴും ഞാൻ ഇവിടെ വരാറുണ്ട്. ഞാനൊരു ആവലസായി പോകണം ഹോളിമാസർക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഹോളിമാസർക്ക് വരാറുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു കുഞ്ഞൊരു ജീവിതത്തില് ഇതുവരെ ഈശോ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും പറയാം, ഒരു കള്ളത്തരമില്ലാതെ പള്ളിയുടെ അടുത്താണെന്നുള്ളത് എനിക്ക് പറയാം. എൻ്റെ ഇതുവരെയുള്ള എൻ്റെതായ ആവശ്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ 50 ലക്ഷത്തിൽ ലോട്ടറി അടിക്കണം അങ്ങനത്തെ ആഗ്രഹങ്ങളല്ല എങ്കിൽ പോലും നമ്മുടേതായ പേഴ്സണലായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഈശോനെ ചേർത്ത് നമ്മൾ ചോദിച്ചാൽ ഈശോ തരും. തരാതെ ഒരു പക്ഷെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്തെങ്കിലും നന്മയ്ക്കായിട്ടാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു സമയത്തിൽ നിങ്ങളെല്ലാവരും എന്നെ കേട്ടതിനും ഒത്തിരി നന്ദി പറയുകയാണ്. മറ്റേ പള്ളിയിൽ വരാനായിട്ട് സാധിച്ചതിനോർത്തും ഒക്കെ ഈശോയ്ക്ക് നന്ദി പറയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂട്ടിലടച്ചൊരു കിളിയായിരുന്നു. പക്ഷെ ആ ഒരു കിളിനെ ഈശോ തുറന്നു വിട്ടപ്പോ ഗോളിച്ചി പള്ളിയിലെ കാറ്റീസത്തിലുണ്ട് ഇപ്പൊ ഞാൻ, അതുപോലെ മാതൃവേദിയിലുണ്ട്, പള്ളിയുടെ കൊയറിലുണ്ട്, ഇപ്പൊ പറഞ്ഞ മാതിരി മറ്റൊരു ഫാമിലി സ്ട്രീമിന്റെ ലീഡറാണ്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഈശോ തുറന്നു തന്നു ഈശോയ്ക്ക് വേണ്ടി ഓടിച്ചാടി നടക്കാൻ. അപ്പൊ പലരും പറഞ്ഞു 4 മക്കളായി ഇതൊക്കെ വീട്ടിലെ ഒതുങ്ങിയിരുന്നോടെ മക്കളെയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ മക്കളും കൂടി എന്റെ കൂടെ ശുശ്രൂഷിക്കാനാണ്. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഓടുന്ന ഓരോ നടത്തത്തിനും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഓടുന്ന ഒന്നും ഒരിക്കലും പാഴായി പോവില്ല. നിങ്ങളുടെ ജീവിതത്തില് ഈശോനെ ചേർത്ത് പിടിക്കണേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. Thank you so much. God bless you. നന്ദി